ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇന്ദ്രൈ സ്പേസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാടനാംകുറിച്ചി റെയിൽവേ സ്റ്റേഷനിലാണ്. ഏറെ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് വാടനാംകുറിച്ചി റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഏകദേശം ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഇവിടെയുള്ളൂ. 1921 സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മളെ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ ഷൊർണൂർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേഷനാണ് വാടനാംകുറിച്ചി റെയിൽവേ സ്റ്റേഷൻ. ഈ പാത പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാതയാണിത്. കാരണം നിലമ്പൂർ കാടുകളിൽ നിന്നും തേക്ക് കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പാത. അങ്ങനെയാണ് ശരിക്കും ഈ ഷൊർണൂർ നിലമ്പൂർ പാത ഉണ്ടായത്. ഇപ്പോഴും ബ്രിട്ടനിൽ പഴയ വീടുകളെല്ലാം ഇവിടുന്ന് കൊണ്ടുപോയ തേക്കുകൾ വെച്ച് അല്ലെങ്കിൽ മരങ്ങൾ കൊണ്ടുവച്ച് ഉണ്ടാക്കിയ കുറേ വീടുകളും ഇപ്പോഴും നിലവിലുണ്ടെന്നാണ് അറിഞ്ഞത്. അതേപോലെ ഏകദേശം ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുമ്പോൾ 5 സ്റ്റോപ്പാണ് അവിടെ, മീൻസ് 5 ട്രെയിനുകൾക്കാണ് സ്റ്റോപ്പുള്ളത്. തിരിച്ചും അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴും അതേപോലെ തന്നെ 5 സ്റ്റോപ്പാണുള്ളത്. ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഇവിടെ ഉള്ളൂ. പണ്ട് കാലത്തൊക്കെ ഞാൻ കോളേജിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് പ്ലാറ്റ്ഫോമിന് ഇത്രയും നീളമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ചില ബോഗികൾ ശരിക്കും പ്ലാറ്റ്ഫോമിൻ്റെ പുറത്തേക്ക് നിൽക്കുക, ഇപ്പോൾ ഔട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ നേരെ ആ ജെല്ലിലേക്കാണ് ഇറങ്ങേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ നീളം കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ ഗേറ്റും വരുന്നത്. അതുകൊണ്ട് തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്താൽ തന്നെ ഏറെ സമയമെടുക്കും. കാരണം തൊട്ടടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പാലം കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. പക്ഷേ കുറേ ആയി പാലത്തിൻ്റെ വർക്കെല്ലാം തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലോക്ക് പെട്ട അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. കാരണം നമ്മളെ ഈ റെയിൽവേ ഗേറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ പിന്നെ ഒരു ചെറിയ പാലം വരുന്നുണ്ട്. അവിടെ 2 വണ്ടികൾക്ക് പോകാനൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ്. സോ ഈ പാലം വന്നാൽ മാത്രമാണ് അതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. നേരെ നിങ്ങൾക്ക് ബാക്കിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഈ റൂട്ടിൽ പോകുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. നമ്മൾ ഈ പട്ടാമ്പി റൂട്ടിൽ എപ്പോഴും പോകുമ്പോഴും അറിയാൻ പറ്റും. കാരണം ട്രെയിന് ആദ്യ നേരം ഇവിടെ ഹോൾട്ട് ചെയ്യില്ല. പക്ഷേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് റെയിൽവേ ഗേറ്റും കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം ബിസി റോഡാണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ അന്നൊക്കെ ഡീസൽ എഞ്ചിനായിരുന്നു. ഇപ്പോൾ ഇവിടെ ഫുള്ളും ഇലക്ട്രിക് എഞ്ചിനാണ് ഓടുന്നത്. കാര്യം ഫുള്ള് ഇലക്ട്രിക് വർക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇലക്ട്രിക് എഞ്ചിനാണ് കുറച്ച് കാലങ്ങളായിട്ട് ഓടി വന്നിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ കരാർ അടിസ്ഥാനത്താണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാഷായിട്ട് എടുക്കുള്ളൂ. ഗൂഗിൾ പേ സംവിധാനമൊന്നും ഇവിടെ വന്നിട്ടില്ല. അത് ഇപ്പോഴത്തെ കാലത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അധികം എല്ലാവരും ഡിജിറ്റലായിട്ടുള്ള ക്യാഷ് ഉള്ളതുകൊണ്ട് തന്നെ ലിക്വിഡായിട്ടുള്ളത് വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഗൂഗിൾ പേ സംവിധാനമൊന്നുമില്ല. ഇവിടെ ക്യാഷായിട്ട് മാത്രമാണ് ടിക്കറ്റ് കൗണ്ടറിൽ പ്രവർത്തിക്കുന്നുള്ളൂ. പിന്നെ ഈ റൂട്ട് എസ്പെഷ്യലി കേരളത്തിൽ തന്നെ ഈ റെയിൽവേ റെയിൽവേൻ്റെ ഇതിൽ തന്നെ അത്യാവശ്യം ഭയങ്കര ഭംഗിയുള്ള ഒരു റൂട്ടാണ്. കാരണം എസ്പെഷ്യലി ഇപ്പോഴല്ല, നമ്മൾ ഈ മഴക്കാലത്തൊക്കെ ഭയങ്കര ഗ്രീനറി ആയിട്ട് കാണാൻ പറ്റും. കാരണം നമ്മൾ ഓരോ റീൽസിലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ എസ്പെഷ്യലി അങ്ങാടിപ്പുറം സ്റ്റേഷൻസ്, പിന്നെ ചെറുകര,